പ്രവേശിക്കാനുള്ള സമയമാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കളും ദിവസത്തിലായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും കർത്താവിൻ്റെ മേശ ഉള്ളത് കൊണ്ട് കർത്തൃമേശ ഒരു സാധാരണ കാര്യമായിട്ടിരിക്കുന്നില്ല. ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിവിശുദ്ധമായതിനോട് നിങ്ങൾ അമിതമായിട്ട് ഇടപെട്ടാൽ സർവ്വസാധാരണമായി തീരുമെന്ന്. ഒരേ കാര്യം എപ്പോഴും ചെയ്യുമ്പോൾ അത് നമുക്കൊരു വിലയില്ലാതായി മാറും. വാർത്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ എഴുന്നപ്പോൾ തിരുസഭയ്ക്ക് നൽകിയ 2 കർമ്മങ്ങളിൽ ഒന്നാണ് കർത്തൃമേശ, മറ്റൊന്ന് സ്നാനമാണ്. ബാക്കിയുള്ളതൊന്നും വചനപ്രകാരമുള്ളതല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ സഭക്കാരെ കുത്തിക്കയറ്റിയതാണ്. സഭയുമായിട്ടോ ബൈബിളുമായിട്ടോ യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞ കർത്താവ് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് എഴുതിയിരിക്കുന്ന ക്രമത്തിൽ കർത്താവിനെ മേശയിലേക്ക് കരങ്ങൾ നീട്ടുമ്പോൾ ഓരോ ഞായറാഴ്ച വരുമ്പോഴും പുതുക്കപ്പെട്ട അനുഭവത്തിലായിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, നിങ്ങൾ സ്നാനപ്പെട്ട ആദ്യത്തെ ഞായറാഴ്ച കർത്താവിൻ്റെ മേശ എടുത്തപ്പോൾ ഏത് ഗൗരവത്തിലാണോ എടുത്തത് അതേ ഗൗരവത്തിൽ വേണം മേശ എടുക്കാനാണ്. ചില ആളുകൾ ഉറങ്ങിയും തൂങ്ങിയും മയങ്ങിയും ചില തട്ടി വിളിച്ചും ഒക്കെ ചില സഭയെ കർത്തൃമേശ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ എടുക്കേണ്ട കാര്യമല്ല. അത് അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹത്തിന് പകരം ഇത് ശാപമായി മാറുമെന്നൊരു കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ ഭയത്തോടും ഭക്തിയോടും വെറിയിലോടും കൂടെ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നാളുകളായി കർത്തൃമേശ എടുക്കാത്ത ആളുകൾ ഉണ്ടെന്ന് എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. നാളുകളായിട്ട് അത് എനിക്കൊരു പ്രാഗൽഭ്യമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങളെ സാത്താൻ ബന്ധിച്ച് വെച്ചിരിക്കുക. ആരാനിക്ക് വരുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. കർത്താവിനെ മേശ എടുക്കുമ്പോൾ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ ഏകീഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണത്. അത് എടുക്കാതെ നിങ്ങളെ അലക്ഷ്യമായി ഞാനൊരു തെറ്റ് ചെയ്തു പോയി, കുറവ് ചെയ്തു പോയി, അതുകൊണ്ട് ഇനി എടുക്കുന്നില്ല എന്ന് വരാൻ പാടില്ല. തെറ്റുകൾ വന്നാൽ, കുറവുകൾ വന്നാൽ ക്ഷമ ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ രാവിലെ ഈ ഉടുപ്പെടുത്തിട്ടു, ഞാൻ കളയ്ക്കാൻ പോയില്ല, വേറെ ഒരു പണിക്കും പോയില്ല. പക്ഷേ വൈകിട്ട് ഞാൻ ഉടുപ്പ് ഊരുമ്പോൾ കോളറിൻ്റെ അവിടെയും കൈയുടെ അവിടെയൊക്കെ അല്പമായ ചെടിയുണ്ട്. അതുകൊണ്ട് ഇനി ഉടുപ്പ് എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കത്തിച്ച് കളയത്തില്ല. ഞാൻ ആ ഉടുപ്പ് വീണ്ടും അലക്കി വീണ്ടും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ തെറ്റുപറ്റി, ഒരിക്കൽ കുറവ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നും കർത്തൃമേശ എടുക്കാതിരിക്കുകയും എന്നും പാരായണയ്ക്ക് വന്നിട്ട് അലക്ഷ്യമായിട്ടിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ടാണ് പല കെട്ടും പൊട്ടാത്തത്, പല ബന്ധനവും അഴിയാത്തത്. നമ്മളായിട്ട് വരുത്തി വെക്കുന്ന വിനകൾക്ക് ദൈവം ഒരിക്കലും അതിനൊരു കാരണമല്ല. ദൈവം ആ കാര്യത്തിൽ നമ്മളെ തന്നെ ഫ്രീ വില്ലായി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നാളുകളെ കർത്താവിന് മേശ എടുക്കാത്ത ആളുകൾ ആരോടെങ്കിലും ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിച്ചോണം. തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ ക്ഷമ ചോദിച്ച അതിനൊരു വചനം പറയുന്നത് നമ്മളെ തേടി എത്തുന്നൊരു അപ്പനാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങോട്ട് ഓടി വരുന്നൊരു അപ്പനാണ്. അമ്മേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തുവെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ആ രക്തത്തിൽ കഴുക പ്രാപിച്ചു വേണം കർത്താവിൻ്റെ മേശയിലേക്ക് നിങ്ങൾ കരങ്ങളെ നീട്ടാനാവട്ടെ. ഭയവും ഭക്തിയും ഇല്ലാതെ ആരും മേശ എടുക്കാൻ പാടില്ല. വളരെ താഴ്മയോടും വിനയത്തോടും വിശുദ്ധിയോടും വേർപാടോടും കൂടെ വേണം കർത്താവിൻ്റെ മേശ എടുക്കാനായിട്ട്. കാൽവരി ക്രൂശിനെ ധ്യാനിക്കാതെ ആരും മേശ എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ ഗൗരവമായിട്ട് ഓർപ്പിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ ഏറ്റ പങ്കപ്പാടുകൾ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റ പാപമറിയാത്ത, പാപം ചെയ്യാത്ത, പാപമേശാത്ത യേശു പാപികളായ നമ്മൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. ആ മരണമാണ് നമ്മളെ ഇന്ന് ഒരപ്പൻ്റെ മക്കളാക്കി. പ്രിയ ബാബുപ്പാസ് പറഞ്ഞതുപോലെ വിവിധ ജാതികളിലെ, വിവിധ മതങ്ങളിലെ, വിവിധ കുലങ്ങളിലായി നമ്മളെ ഇവിടെ വന്നപ്പോൾ ഒരപ്പൻ്റെ മക്കളാക്കി. ഒരു മേശയിൽ നിന്ന് ഒരപ്പത്തിൽ നിന്ന് കഴിക്കത്തക്കവണ്ണമായി നമ്മളെ പ്രാപ്തരാക്കുകയാണ്. ഇവിടെ ജാതി വ്യത്യാസങ്ങളില്ല. ഇവിടെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഇല്ല. ഇവിടെ പണ്ഡിതനെന്നോ പാമ്പരെന്നോ ഇല്ല. ഈ മേശയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. കൈവെട്ടി സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. സ്വന്തം ബന്ധം. പണ്ട് പെന്തിക്കോസ്തുകാരെ കുറിച്ച് പറയുന്ന കാര്യമുണ്ടായിരുന്നു, അവർക്ക് ബന്ധക്കാരെ, ചർച്ചക്കാരെ ആരെയും വേണ്ട, അവർക്ക് സഭക്കാരെ മാത്രം മതി. അത് ഇപ്പോൾ ഇച്ചിരി മാറിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയം ഇല്ലാതില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഒരപ്പൻ്റെ മക്കളായി ഒരു ശരീരമായി കരുതണമെന്ന് ഓർപ്പിക്കുന്നു. യേശുവിനെ അവർ പീഡിപ്പിച്ച പീഡനങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ അവരെ വന്ന ഒന്നൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് കർത്താവിനെ എടുക്കാൻ പോവുകയാണ്. ബറബാസിനെ, മർക്കോസ് 15-16 മുതലുള്ള 15 വാക്യമാണ്. അവർ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ
ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച ക്രൂശിൽ ഏൽപ്പിച്ചു. നോക്കണേ, പാപം ചെയ്യാത്ത യേശുവിനെ, നിഷ്കളങ്കനായ യേശുവിനെ അവർ അടിക്കാനായി ഏൽപ്പിക്കുകയാണ്. ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു. അടുത്തത് പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിൽ കൊണ്ടുപോയി പട്ടാളത്തിൽ വിളിച്ചുകൊണ്ട് അവനെ രക്താംബരം ധരിപ്പിച്ചു. ഒരു മാന്യനായ മനുഷ്യനോട് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് യേശുവോട് ചെയ്തത്. മുള്ളോടുള്ള കിരീടം പണിഞ്ഞ് അവനെ ചൂടിച്ചു. നോക്കണേ, പാപം ചെയ്യാത്ത കർത്താവിൻ്റെ തലയിൽ അവൻ മുൾക്കിരീടം അടിച്ചു കയറ്റി. യഹൂദന്മാരെ രാജാവെ ജയ എന്ന് പറഞ്ഞ് കോൽ കൊണ്ട് അവനെ തലയിലടിച്ചു. മുൾക്കിരീടം വെച്ചത് പോരാഞ്ഞ് യേശുവിന് തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു. മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. അവനെ പരിഹസിച്ച ശേഷം അവനെ കളിയാക്കി. അവൻ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. നോക്കണേ, ഒരു മനുഷ്യനോട് ചെയ്യാവുന്നതിൽ എത്ര ക്രൂരമായ, എത്ര ഘോരമായ കാര്യമാണ് അന്നത്തെ ആളുകൾ യേശുവിനോട് ചെയ്തത്. അപ്പോൾ ഗോൽഗോഥയിലേക്ക് പോകുമ്പോൾ ഈ ക്രൂശ് കൊണ്ടുപോകാനുള്ള കഴിവില്ലെന്ന് മനസ്സിലായപ്പോൾ അലക്സാണ്ടർ രൂഫസിൻ്റെ അപ്പനെ വയലിൽ വന്ന കുറേനക്കന ശിമോൻ യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമന്നുകൊണ്ടാണ് ക്രൂശുമായി ഗോൽഗോഥയിൽ ചെല്ലാനിടയാത്തിരുന്നത്. അവിടെ കൊണ്ടുപോയപ്പോൾ എന്താ പറ്റി? കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് അവന് കുടിക്കാൻ കൊടുത്തു. ഒരു സാധാരണ മനുഷ്യൻ കുടിക്കുന്നതല്ലത്. അത്ര ദോഷമായ, മോശമായ കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് അവൻ കുടിക്കാൻ കൊടുത്തു. അവനോ വാങ്ങിയില്ല. അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഇന്നവനെ കിട്ടണമെന്ന് പറഞ്ഞ് ചീട്ടിട്ടു. അവൻ്റെ വസ്ത്രം അവർ എടുത്തത് മാത്രമല്ല, അത് പകുത്തെടുത്തു. ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരമായ കാര്യം. 3 മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. നോക്കണേ, 3 മണി നേരമായപ്പോൾ യേശുവിനെ ക്രൂശിച്ചു. യഹൂദന്മാർ രാജാവ് എന്നിങ്ങനെ അവരെ കുറ്റം എഴുതി അവനെ കളിയാക്കി എഴുതിയാണ് യഹൂദന്മാരെ രാജാവെന്ന്. അവർ 2 കള്ളന്മാരെ, ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. ആമേൻ. അടുത്തത് കടന്നു പോകുന്നവർ തലവിളിക്കുക അവനെ, ഹാ ഹാ മന്ദിരം പിടിച്ച് 3 നാളുകൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ചു, ക്രൂശിൽ നിറങ്ങിവ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. നോക്കണേ, എന്തുമാത്രം കടന്നു പോകുന്നവർക്ക് യേശുവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാ. പക്ഷെ അവർ പോലും, ഒരു ബന്ധമില്ലാത്തവർ പോലും യേശുവിനെ പരസ്യമായി കളിയാക്കാൻ തുടങ്ങി. ഇങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ കണ്ട് വിശ്വസിക്കേണ്ട ക്രിസ്തു എന്ന ഇസ്രായേൽ ഇപ്പോൾ ക്രൂശിൽ നിറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കാൻ തുടങ്ങി. ദൈവങ്ങളെ, ഇതെല്ലാം ഏൽക്കുമ്പോൾ, ഒരു മനുഷ്യനോട് ചെയ്യാവുന്നതിലെ ഏറ്റവും വലിയ ക്രൂരമായ കാര്യങ്ങളെല്ലാം ഏൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവന് ശിക്ഷ അനുഭവിച്ചത്. പാപം ചെയ്തിട്ട്, തെറ്റ് ചെയ്തിട്ട് മനുഷ്യൻ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനെ, മുൻപ് പറഞ്ഞതുപോലെ പാപം അറിയാത്ത, പാപം ചെയ്യാത്ത, പാപം വേശാത്ത യേശുവിന്മേലാണ് അവരിതെല്ലാം ചെയ്തത്. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തിൽ ഇരുട്ടുള്ള യേശുവിന്മേൽ ഇത്ര ക്രൂരമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ പ്രകൃതിക്ക് പോലും കണ്ടു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. സൂര്യൻ മുഖം മറച്ചെന്ന, ചന്ദ്രൻ മുഖം മറച്ചെന്ന, നക്ഷത്രങ്ങൾ മുഖം മറച്ചെന്ന. നോക്കണേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9 മണി നേരത്തെ യേശു എൻ്റെ ദൈവമേ നീ കൈവിട്ട് എന്ത് അർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞ് അവൻ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. അരികെ നിന്ന് വിളിച്ചിട്ട് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരു ഓടക്കുഴമേലാക്കി നിൽപ്പീൻ, ഏലിയാവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവന് കൂടിപ്പോയി. ഇതെല്ലാം പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്തത്, യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. എൻ്റെ പ്രിയമുള്ളവരെ, ഇത്രമാത്രം ക്രൂരമായ, ഇത്രമാത്രം ഘോരമായ ശിക്ഷകൾ യേശു ഏറ്റത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ ക്രിസ്തുമസിൽ പങ്കെടുക്കുമ്പോൾ നിർവിചാരികളായിട്ട്, യാതൊരു ചിന്തയുമില്ലാത്ത നമ്മൾ ഈ മേശമേ കൈനീട്ടാൻ പാടില്ല. യേശു നമുക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാടുകളെ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്ത പെട്ടെന്ന് പറയുക. നമുക്ക് കാൽവരിയിലേക്ക് ഒരു നിമിഷം നമുക്കത് നോക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. 2 കള്ളന്മാർ നടിയിൽ 3 തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ രക്തത്താൽ ഒരു മോചനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി മേശയെടുക്കുമ്പോൾ കാൽവരിയെ ധ്യാനിക്കാതെ, ക്രൂശിലേക്ക് നോക്കാതെ, കർത്താവേറ്റ പങ്കപ്പാടുകളെ ഓർക്കാതെ, ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ഈ മേശയെടുക്കാൻ പാടില്ല. എല്ലാവരും ഭയത്തോടെ, ഭക്തിയോടെ, വെറിയിലോടെ തന്നെത്താൻ നിങ്ങൾ വിവേചിക്കുക. നിങ്ങളുടെ ജീവിതത്തെ വിവേചിക്കുക, സഭയെ വിവേചിക്കുക. നിങ്ങൾ വിശുദ്ധിയോടെ ഏറ്റെടുത്താൽ ഇത് നിങ്ങൾക്ക് സൗഖ്യം. വിശുദ്ധിയില്ലാതാണെങ്കിൽ നിങ്ങൾ രോഗികൾ ബലഹീനമാകും, മരിച്ചു പോകുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മളെല്ലാവരും പകുതി കരങ്ങൾ ദൈവസന്നിധിയിലെ ഉയർത്തിപ്പിടിച്ചോട്ടെ. ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗാനം പാടുമ്പോൾ
പാട്ട് കേൾക്കുകയല്ല, നമുക്കൂടെ ചേർന്ന് പാടി കാൽവരിയെ ധ്യാനിക്കാം. രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടും ജീവിക്കുകയും മക്കൾ മേശെടുക്കുകയും അല്ലാത്തവരെ ഒഴിഞ്ഞിരിക്കുകയും അടുത്ത ആഴ്ചയിൽ അതിനുവേണ്ടി ഒരുങ്ങിവരെയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ചേർന്ന് പാടാം, കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥനയോടെ ദൈവസ്ഥയിലായിരിക്കാം. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ